പ്രൊഫഷണൽസ്, സ്റ്റാഫ്, വലിയ സൈസൊക്കെ, എഡി മിഷന്മാർ, ഇവിടെ ചെമ്മയോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങളെ കാണുവാനൊക്കെ അവസരമെത്തിക്കൊണ്ട് ഇന്ത്യ പ്രൊഫഷണൽ എറണാകുളത്ത് താമസിക്കുകയും വിദ്യാഭ്യാസങ്ങളൊക്കെ ഒന്ന് പല ഓപ്പണെ വീണ്ടും വീട്ടിൽപ്പെടുവാൻ നിങ്ങളെ കാണുവാനും അവസരം ലഭിച്ചത് ഈ നല്ല വേലയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഒരു വേദഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഗലാത്യയിലെ 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടു. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചും ഇരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ വിശദീകരിക്കാൻ നിങ്ങൾക്കറിയാം. ആദ്യമായി രംഗത്തേക്ക് വന്ന 3 പേരുടെ പേരുകൾ ഇവിടെ എടുത്തു പറഞ്ഞു. ഒന്ന് യാക്കോബ്, കേഫാവ്, ഈ യാക്കോബ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യോഹന്നാന്റെ സഹോദരനായ യാക്കോബ് അല്ല. യോഹന്നാന്റെ സഹോദരനായ യാക്കോബ് രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടു. സ്തെഫാനോസിന് ശേഷം 2-ാമത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നയാളാണ് ഇടിമക്കളിൽ ഒരാളായ യാക്കോബ്. ആ യാക്കോബിനെ ഹെരോദസ് വാൾ കൊണ്ട് കൊന്നു. ഈ മാർഗത്തിന് എതിരായി നിന്ന ശൗലിനെ ദൈവം രൂപാന്തരപ്പെടുത്തിയെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ശിഷ്യനെന്ന് പോലും ആ വ്യക്തിയെ അംഗീകരിക്കുവാൻ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന അപ്പോസ്തലന്മാർക്ക് പേടിയായി, സംശയിച്ചു. വായിച്ച മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബർന്നബാസ് എന്ന് പറയുന്ന ദൈവദാസൻ അപ്പോസ്തലന്മാർക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ആരെങ്കിലും സഭയിൽ ഒരുക്കുപടി വന്നാൽ അവരൊന്നും സ്വീകരിക്കും. ദൈവദാസന്മാരോട് പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ പോലും ശൗലിനെ യെരുശലേമിൽ അംഗീകരിച്ചത് ആര് പരിചയപ്പെടുത്തിപ്പെടാം? കാരണം അങ്ങനെ അല്ലാത്തവരൊക്കെ വന്നാൽ ഗുണത്തിന് പകരം ദോഷമുണ്ട്. അതോട് ബന്ധത്തിൽ ഞാൻ ചോദിപ്പിച്ചു എന്ന് മാത്രമല്ല. ഇവിടെ ഈ വാസ്തവത്തിൽ ഈ തൂണുകളായി എണ്ണപ്പെട്ട ദൈവദാസന്മാർ ആ പിന്തുണ കൊടുത്തത് 9-ാം അധ്യായം, അപ്പോസ്തലർ 9-ാം അധ്യായത്തിൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരട്ടെ. അതിൻ്റെ യെരൂശലേമിലെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർന്നബാസോ
ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. നിങ്ങൾ ആ ഭാഗം പിന്നീട് വായിച്ചാൽ അതെല്ലാം ഓർത്തുകൊണ്ടാണ് പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഈ തൂണുകളായി എണ്ണപ്പെട്ട ദൈവദാസന്മാർ തനിക്ക് കൊടുത്ത ആ കൂട്ടായ്മയുടെ ഇടങ്കൈയല്ല, കൂട്ടായ്മയുടെ വലങ്കൈ കൊടുത്തത്. എപ്പോഴാണ് കൂട്ടായ്മയുടെ വലങ്കൈ കൊടുത്തത്? എനിക്ക് ലഭിച്ച ദൈവകൃപ അറിഞ്ഞുകൊണ്ട്, എനിക്ക് ലഭിച്ച ദൈവകൃപ അറിഞ്ഞുകൊണ്ട് സ്ഥലം ഇല്ലാത്തവർക്ക് കൂട്ടായ്മയുടെ വലങ്കൈ കൊടുക്കും. ദൈവകൃപയുള്ളവർക്ക് കൂട്ടായ്മയുടെ വലങ്കൈ കൊടുക്കണം, കൂട്ടായ്മയുടെ വലങ്കൈ കൊടുക്കരുത്. ഒന്ന്, ദൈവകൃപ മനസ്സിലാക്കി കൂട്ടായ്മയുടെ വലങ്കൈ കൊടുക്കുന്നു. രണ്ട്, ആ ആൾ ആരാണെന്ന് മറ്റൊരാൾ പരിചയപ്പെടുത്തി കൊടുത്ത് കൂട്ടായ്മയുടെ വലങ്കൈ കൊടുക്കുന്നു. അത് വളരെ കൃതജ്ഞതയോടുകൂടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മാറട്ടെ. ഇവര് അന്ന് 3 പേർ തൂണുകളായി എണ്ണപ്പെട്ടവർ. ഞാൻ വേണമെങ്കിൽ പറയാൻ കേഫാവാര പിടിച്ചോണ്ടാണ് പത്രോസ് ഞാനും ഈ പറയുന്ന ആളാരാ. അന്നത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉന്നത ബിരുദം നേടി വിദ്യാ ബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ അഥേനയിൽ ചെല്ലുമ്പോൾ ഗ്രേക്ക് പണ്ഡിതന്മാരുടെ മുമ്പിൽ താൻ സുവിശേഷം അറിയിച്ചത് നിങ്ങൾക്കറിയാം. അറാട്ടസ് എന്ന് പറയുന്ന ഗ്രേക്ക് കവിയെ ഉദ്ധരിച്ചുകൊണ്ട്, അപ്പോൾ ഗ്രേക്ക് സാഹിത്യത്തിലൊക്കെ അതീവ പണ്ഡിതൻ. എന്നാൽ പത്രോസിനെ നോക്കിക്കൊണ്ട് ജനം വിളിച്ചു പറഞ്ഞു, ഇവർ സാമാന്യം പഠിപ്പില്ല, അൺലേണഡ് ഇഗ്നറൻ്റ് എന്ന് പറയും. അപ്പോൾ അൺലേണഡ് ആൻഡ് ഇഗ്നറൻ്റ് എന്ന് പറയുന്ന സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ലിസ്റ്റിൽപ്പെട്ടവരാണ് ആര്? പത്രോസ്, പിന്നെ യാക്കോബ്. ഈ യാക്കോബ് എന്ന് പറയുന്നത് യേശുവിൻ്റെ സഹോദരനായ ആളാണ്. ഈ യാക്കോബാണ് ലേഖനം എഴുതിയ യാക്കോബ്. അപ്പോൾ നോക്കൂ, ദൈവത്തിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തൂണുകളായി എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മറ്റ് യാതൊരു യോഗ്യതയുമല്ല നോക്കുന്നത്. അവനെ തരം താഴ്ത്തുവാനുള്ള അവസരം എടുക്കുകയല്ല, അവരെ മാനിച്ചുകൊണ്ട് പറയുകയാണ്, ഇവർ തൂണുകളായി, ദൈവസഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടവരാണ്. മാനം കൊടുക്കേണ്ടവന് നമ്മൾ അങ്ങനെ മാനിക്കപ്പെടുന്നത്. മറ്റുള്ളവരെ നാം മാനിക്കുമ്പോൾ നാം മാനിക്കപ്പെടും. നാം നനച്ചാൽ നമ്മൾ നനയപ്പെടും, അല്ലേ? അപ്പോൾ ഇതാരുടെ പഠിച്ചത്? ഇവിടെ തൂണുകളായി എണ്ണപ്പെട്ട ഈ ദൈവദാസന്മാർ, ഈ പുതിയ ദൈവദാസന് ഇത് ചെയ്തു, കൂട്ടായ്മയുടെ വലങ്കര. കൂട്ടായ്മയുടെ വലങ്കരം ആദ്യം കൊടുത്തത് ബർന്നബാസാണ്. ഒരു ശിഷ്യനെന്ന് പോലും അദ്ദേഹത്തെ അംഗീകരിക്കാതിരുന്ന സന്ദർഭത്തിൽ കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്ത് അപ്പോസ്തലന്മാർക്കൊണ്ട് പരിചയപ്പെടുത്തി. ആ പരിചയപ്പെടുത്തൽ വാസ്തവത്തിൽ എന്തായിരുന്നു? അത് ഒരു അനുഗ്രഹിക്കപ്പെട്ട പരിചയപ്പെടുത്തലായി. ആ പരിചയപ്പെടുത്തൽ വാസ്തവത്തിൽ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പൗലോസിനെ കുറിച്ച് വളരെ പ്രശംസയായി സംസാരിക്കുന്നു. ഇവിടെ പ്രവർത്തനം വ്യാപിച്ചപ്പോൾ പരിച്ഛേദനക്കാരുടെ പ്രവർത്തനങ്ങൾ, പിന്നെ ജാതികളുടെ ഇടയിലെ പ്രവർത്തനം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോസ്തലപ്പെടുന്ന 10-ാം അധ്യായം വരെ പ്രവർത്തനങ്ങൾ